എങ്കിലും കഴിക്കൂ. വരൂന്നോളെ, വരുന്ന്. ദാറ്റ്സ് മൈ ഗേൾ. മോള് കുഞ്ഞായിരുന്നപ്പോ ഡാഡി ഉരുള ഉരുട്ടി തരുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? മോക്ക് ചന്ദ്രനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? കഴിച്ചു തുടങ്ങും, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ്. പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത്? കുട്ടികളെ പോലെ ആവാതിരുന്ന് ഊണ് കഴിക്കുമോളെ. അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും. വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ. എന്റെ മോക്കത് ഇഷ്ടമാകുമോ? മമ്മി വിവാഹത്തെ നന്നായി എതിർത്തതാണ്. എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത്. വിവാഹം നടക്കുമ്പോൾ എനിക്ക് 16ഉം ചന്ദ്രേട്ടൻ 35ഉമായിരുന്നു പ്രായം. എന്റെ ഹീറോ ആയിരുന്നു ചന്ദ്രേട്ടൻ. ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതിരറ്റ് സ്നേഹിച്ചു. എനിക്കൊരു കുട്ടി പിറക്കുന്നത്, അവനെ താലോലിക്കുന്നത് എല്ലാം ഞാൻ സ്വപ്നം കണ്ടു. ടേക്ക് ഇറ്റ് ഈസി രമണി. ആദ്യ ഗർഭം അലസിപ്പോവുക എന്നത് പലർക്കും സാധാരണമാണ്. ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അതിന് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ ചെക്കപ്പ് ചെയ്യാം. ഞാൻ ഇറങ്ങട്ടെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദ്യത്തേത് അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം തോന്നും. പക്ഷെ ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെ വയറുന്തി നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എന്തോ അതിനുശേഷം ഞാൻ ഗർഭം ധരിച്ചിട്ടില്ല. ആ മോഹം അങ്ങനെ തളർന്നു പോയി. ചേട്ടൻ നന്നായി കുടിച്ചിരിക്കല്ലേ? ഏയ്, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. പിന്നെന്തേ മാറുന്നത്? അരിഷ്ടം, ദശമൂല അരിഷ്ടം. എന്താ ഇത്? ചേട്ടൻ്റെ അടുത്ത് കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണം. Do you understand? ഹലോ, നോ, റോങ് നമ്പർ. ഹലോ, യെസ്, 231 ഹിയർ. ഹലോ, ഹലോ. ഹലോ, ചന്ദ്രൻ ഹിയർ. എന്തിനാ നീ ഇടയ്ക്കിടെ വിളിക്കുന്നത്? ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. വെറുതെ ബഹളം വെക്കാതെ. മമ്മി അടുത്ത് എങ്ങനെയുണ്ടോ? അടങ്ങിയിരിക്കണ്ട മോളെ. എടാ നായിന്റെ മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാ. കുറച്ച് പർച്ചേസ് ഉണ്ട്. നാളെ വെളുപ്പിന് 5 മണിക്ക് പുറപ്പെടും. ഹോട്ടലിൽ കാണാം. ഓക്കെ? ഞാൻ കൂടെ നാളെ വരട്ടെ. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ മീറ്റിങ്ങിന്റെ തിരക്കിലുമായിരിക്കും. ഞാൻ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നോളാം. എങ്കിൽ കൂടെ പോന്നോ? പറഞ്ഞാൽ കേൾക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ജാടയൊന്നും വേണ്ട. വെളുപ്പിന് 5 മണിക്ക് ഒരുങ്ങിക്കും.
ആ സാരി വേണ്ട, വേറെന്തെങ്കിലും എടുത്തു വയ്ക്കും. ചേട്ടൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, എനിക്ക് ഇതാ ഇഷ്ടം. എങ്ങനെയുണ്ട്? ഹോ, ദൈവങ്ങളുടെ ഒരു ഭാഗ്യം. നമുക്ക് അവിടെ പോയി അതുപോലെ നിൽക്കാം. അയ്യേ, എങ്കിൽ വേണ്ട, മുറിക്കകത്ത് പോയി അതുപോലെ നിൽക്കാം. എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. ഹലോ മിസ്റ്റർ ചന്ദ്രശേഖർ, ജസ്റ്റ് ഹാഫ് നോ ബാക്ക്. മിസ്സിയെ കൊണ്ടുവരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവരുന്നല്ലോ. നിർബന്ധം പിടിച്ച എന്ത് ചെയ്യാൻ? അല്ല, എം ഡി എത്തി? അറിഞ്ഞില്ല. ഞാൻ റൂമിലേക്ക് പോട്ടെ. റൂം നമ്പർ 306. ഓ, സർ. ഹലോ. ഹലോ സർ, എം ഡി എത്തിയിട്ടുണ്ട്. രമണി, ഇത് ഞങ്ങളുടെ ഫീൽഡ് ഏജന്റ് മിസ് ആനി ഡിസൂസ്. ഒറ്റയ്ക്കല്ലേ? വെളുക്കുന്നവരെ അവൾക്ക് കൂട്ടുകിടക്കാമായിരുന്നില്ലേ? ആരൊറ്റയ്ക്ക്? അറിയില്ല അല്ലേ? അതൊക്കെ സംസാരിക്കും. ഇത് ഹോട്ടൽ മുറിയാണ്. ഹോട്ടൽ മുറിയിൽ ഭാര്യ തനിച്ചാക്കി ഭർത്താവിനെ വ്യഭിചരിക്കാമല്ലേ? നാണം കെട്ട. നിന്നോട് മാത്രം സംസാരിച്ച് ഉറങ്ങിയും പ്രേമിച്ചും ഇരിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് എന്റെ വഴിയും എന്റെ ശീലങ്ങളുമുണ്ട്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എടുത്ത കൈ കടിച്ചിരിക്കുന്നു. ഇതിലും എല്ലാ കാര്യത്തിലും നീ തന്നെയല്ലേ ജയിച്ചിരിക്കുന്നത്.
എന്താ മോളെ? എന്താ മോളെ? മോളെ, നിങ്ങൾക്കറിഞ്ഞൂടെ നമ്മുടെ മോളെ? ഇവൾ ചന്ദ്രനുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിരിക്കും. കുറച്ചു ദിവസമായി ഇതൊരു പതിവല്ലേ? ഇവളുടെ ഈ മട്ടും ഭാവം കണ്ടാൽ ആരാ കുറ്റപ്പെടുത്താതിരിക്കുന്നത്? ഞാനിവിടെ കഴിഞ്ഞോട്ടെ ഡാഡി. എന്റെ മോളെ, ഇത് നിന്റെ വീടല്ലേ? നീ ഇവിടെയല്ലേ കഴിയേണ്ടത്, അല്ലേ? സാരി, ടേക്ക് ഇറ്റ് ഈസി. കരയാതെ വരും. വീണ്ടും പഠിക്കണമെന്ന് അവൾ പറയുന്നു. എന്താ ചന്ദ്രന്റെ അഭിപ്രായം? ശരി, പഠിക്കട്ടെ. കോളേജ് തുറന്നിട്ട് 1 മാസമായില്ലേ? ഇനി ഇവിടെ എങ്ങും അഡ്മിഷൻ കിട്ടില്ല. തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ ഏർപ്പാടിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആവുമ്പോ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ശരി, ആയിക്കോട്ടെ. അല്ല, ചന്ദ്രനെ എതിര് പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഉറങ്ങട്ടെ. കിടക്കറയിൽ ഒരു ഭാര്യയ്ക്ക് സാധാരണ നൽകാൻ കഴിയുന്നതിൽ കൂടുതൽ ചന്ദ്രൻ എന്നോട് ആവശ്യപ്പെടും. ബലം പ്രയോഗിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട്. എന്നിട്ടും എനിക്ക് എതിർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ്. അവർ തൃപ്തിപ്പെടാൻ ചെയ്യുന്ന പലതും ഭാര്യയുടെ ഇഷ്ടം നോക്കിയല്ല. നമ്മൾ സെക്സും അതിന്റെ സൈക്കോളജിയും പഠിക്കുന്നവരല്ലേ? കുറെ കൂടെ ബുദ്ധിപരമായി പെരുമാറിയാൽ ചിലപ്പോൾ നേരെയായെന്ന് വരും. എന്തോ എനിക്ക് ആ വിശ്വാസം തീരെയില്ല. എന്നെക്കുറിച്ച് പ്രദീപ് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, പ്രദീപിന് അങ്ങനെ ആരോടും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പ്രദീപിനെ